ഇന്ന് നേഷ്യറ്റ് ഫെസ്റ്റിൽ എന്നോടൊപ്പം അതിഥിയായുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും അതുപോലെ എഴുത്തുകാരനുമായ രാജേന്ദ്രൻ പന്തളമാണ്. നമസ്കാരം സർ. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വലിയൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ED വലിയ രീതിയിൽ ഇടപെടുന്നതായിട്ടും അതുപോലെ തന്നെ തന്ത്രി കണ്ഠരാജിയവർക്കെതിരെയും വാസുവിനെതിരെയും ED സമൻസ് അയച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ സജീവമായി തന്നെ വരുന്നുണ്ട്. പക്ഷേ തന്ത്രിയുടെ കാര്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, 90 ദിവസം ആകുന്നതിന് മുൻപ് പുറത്തിറങ്ങിയ ഏക പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് തന്ത്രി കണ്ഠരാജിയവരാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തന്ത്രി അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതികാരം തീർക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിനെ തള്ളിക്കളയാൻ സാധിക്കും. രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. എന്താണെന്നറിയാമോ? നമ്മൾ ഊമനെ കണ്ടില്ലെങ്കിൽ ഉറിയിലും തപ്പണം, ഊമനെ കണ്ടില്ലെങ്കിൽ ഉറിയിലും തപ്പണം എന്ന് മലയാളത്തിലൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ സ്വർണം കണ്ടില്ലെങ്കിൽ തപ്പണ്ടവനെയല്ല, അവിടെ ഉള്ളവനെ മുഴുവൻ ചോദ്യം ചെയ്യണം. തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ വേണ്ടത്. ഏത് തന്ത്രിയായാലും മന്ത്രിയായാലും കുന്തമായാലും ചോദ്യം ചെയ്യണം. അതിനതീതരെല്ലാവരും. പക്ഷെ ചോദ്യം ചെയ്യുന്നതിലല്ല. ഇപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴായി കണ്ടിരുന്നു, പല നേതാക്കന്മാരെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു, വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും 41 ദിവസം അകത്തിടുകയും അതിനുശേഷം ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രാഥമികമായ ഒരു ചെറിയ തെളിവ് പോലും തന്ത്രിക്കെതിരെ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടല്ലോ. ഇവിടെയാണ് നമ്മൾ ട്രാപ്പിൽ വീഴുപോകുന്നത്. ഇത് തന്നെയായിരുന്നു SITക്ക് നിർദ്ദേശം കൊടുത്ത കോടതിയുടെ അല്ല, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ലക്ഷ്യം. ആ ട്രാപ്പിൽ, ആ പൊട്ടക്കിണറ്റിൽ നമ്മൾ ചെന്ന് വീണിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? അന്വേഷണം ഏത് വഴിക്ക് പോകട്ടെ എന്നുള്ളത് നമുക്കൊരു പ്രശ്നമാവരുത്. ആരെ വേണോ ചോദ്യം ചെയ്തു, ആരെ വേണമെങ്കിൽ ചോദ്യം ചെയ്താലും നമ്മൾ പ്രശ്നമാക്കരുത്. ഈ ഒരു തന്ത്രത്തിന് വേണ്ടിയാണ് തന്ത്രിയിലേക്ക് പോയത്. അപ്പോൾ ഒരു വിഭാഗം എതിർത്ത് കഴിയുമ്പോൾ അതുകൊണ്ടാണ് ഈ അന്വേഷണം വഴിമുട്ടി പോയതെന്ന് വാദിക്കാം. ഏതാണ്ട് ആ രീതിയിൽ ഇപ്പോൾ അവർ ജയിക്കുകയും ചിരിക്കുകയും ചെയ്യുകയാണ് അന്വേഷണ സംഭവം. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് BJPയുടെ ചില ആൾക്കാർ അവിടെ പോയി. BJP പക്ഷേ ഒരു സമദൂരം പാലിച്ചു. ആ കാര്യത്തിൽ അവർ പ്രക്ഷോഭത്തിലേക്ക് പോയില്ല, തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അവരുടെ ലക്ഷ്യം അതായിരുന്നു, BJP RSS സമരം ചെയ്യും, ഇദ്ദേഹം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണല്ലോ എന്ന് പറഞ്ഞാൽ അതായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. അങ്ങനെ അന്വേഷണം രാഷ്ട്രീയമായിട്ട് BJP തകർത്തു എന്ന് പറയാൻ വേണ്ടി. അത് സംഭവിച്ചില്ല. ഇപ്പോൾ VD സതീശൻ ഏറ്റെടുത്തിരിക്കുക. എന്തിന് ഇയാളെ അറസ്റ്റ് ചെയ്തു? എന്തായിരുന്നു തെളിവ്? നമ്മൾ ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് പോയി. അതുകൊണ്ട് ഇപ്പോൾ SIT രക്ഷപ്പെടും, ഗവൺമെൻറ് രക്ഷപ്പെടും, പിണറായി വിജയൻ അൾട്ടിമേറ്റ്ലി രക്ഷപ്പെടും. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ തന്ത്രി എന്ന് പറയുന്ന അത്ര നിരപരാധിയൊന്നും അല്ല. ഈ ഒരു സ്ഥാപനത്തിൽ എന്ത് വൃത്തികേട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരാ? ഈ വന്ന ഗസ്റ്റായ ഞാനാണോ? ഇതിൻ്റെ ഉടമയാണോ? ഇതിൻ്റെ ഉടമ തന്നെയായിരിക്കുമാണല്ലോ. വളരെ സിമ്പിൾ ആസ് ദാറ്റ്. ആ ശ്രീകോവിലിൻ്റെ ഏതു കാര്യങ്ങൾ നടന്നാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തമുള്ള വ്യക്തി ആരാണ്? നിത്യസാന്നിധ്യമായ തന്ത്രിയല്ലേ. മറ്റു ക്ഷേത്രങ്ങളിലും തന്ത്രിയുണ്ട്, പക്ഷേ ആരും നിത്യസാന്നിധ്യമല്ല, അവിടേക്ക് വരാറ് പോലുമില്ല. പക്ഷേ ശബരിമലയിലെ തന്ത്രി എന്ന് പറയുന്നത് പിതൃതുല്യനാണ് സ്വാഭാവികമായും. ആണല്ലോ. അതുകൊണ്ട് മകനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് ചുമതലയില്ലേ? മകന്റെ മുതലുകൾ, മകന്റെ സ്വർണ്ണാഭരണങ്ങൾ, മകന്റെ ദ്വാരപാലകരെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമായിരുന്നു? തന്ത്രിയോ എന്തു ചെയ്യുമായിരുന്നു അയാള്? അല്ല, ഇതിപ്പോ ഈ പറയുന്നതൊക്കെ കളവിന് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞല്ലോ കൊണ്ടുപോയിരിക്കുന്നത്. പള്ളപ്പാളിയാണെങ്കിൽ പോലും കൊണ്ടുപോകുമ്പോൾ റിനോവേഷന് വേണ്ടി കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ അതിലെ ചിലതൊക്കെ അവർ അടിച്ചു മാറ്റിയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഒരു 3 ടയർ അഡ്മിനിസ്ട്രേഷനാണുള്ളത്. ഈ ശ്രീകോവിലിൻ്റെ മുഴുവൻ ചുമതലയും ആചാരങ്ങളുടെ പരിപാലനവും നടത്തേണ്ടത് തന്ത്രി. രണ്ടാമതായിട്ട് ദേവസ്വം ബോർഡ് ഡെയിലി അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടത്. മൂന്നാമതായിട്ട് ദേവസ്വം വകുപ്പ്. വ്യത്യാസം മനസ്സിലാകുന്നല്ലോ. ഒന്ന് ദേവസ്വം ബോർഡ്, മറ്റേത് ദേവസ്വം വകുപ്പ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദേവസ്വം, ഗവൺമെൻറ് ഓഫ് കേരള, മന്ത്രിയുടെ കീഴിലുള്ളത്. അത് ഓവറാൾ അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് ഈസ് സൂപ്പർവിഷൻ. ഇതാണ് അതിൻ്റെ വിഭജനം, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ. ഇവിടെ ഇപ്പോൾ തന്ത്രി എന്ന് പറഞ്ഞ ആചാരങ്ങൾ നോക്കേണ്ട ആളാണ്, സംശയമില്ലല്ലോ. ഹർഷാദ് സമ്മതിക്കുന്നുണ്ടല്ലോ പൂർണ്ണമായിട്ടും. ഇവിടെ കട്ടിളപ്പാളി ആയാലും ദ്വാരപാലകനായാലും അവിടെ നിന്ന് മാറ്റുന്ന ആചാര ലംഘനമാണ്. മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് സന്നിധാനത്ത് തന്നെ നടത്തണമെന്ന്. മാനുവൽ വായിക്കാതാണോ തന്ത്രി അവിടെ ഇരിക്കുന്ന? വേദങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് എന്തിനാണ് അനുവാദം കൊടുത്തത്? അനുജ്ഞ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്, മൗനമായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്, മഹാ തെറ്റാണ്. ദൈവത്തോട് പിതൃതുല്യൻ എന്ന് പറഞ്ഞല്ലോ, പിതാവ് മകനോട് ചെയ്തത്, മൈനറായിട്ടുള്ള ഒരു പയ്യനോട് ചെയ്ത തെറ്റാണത്. അതാണ് സംഭവിച്ചത്. തെറ്റ് ചെയ്തില്ലേ?
അതെ, പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ഈ പറയുന്നത് പോലെ സ്വാഭാവിക ജാമ്യം പോലും അല്ല ലഭിച്ചിരിക്കുന്നത്. 41 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തു വരാൻ സാധിച്ചെങ്കിൽ കോടതിന് മുമ്പിൽ അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്, തെറ്റുകാരനാണ് എന്നുള്ളത്. ബാക്കി എല്ലാ പ്രതികളെയും കോടതി ഇപ്പോൾ പുറത്തുവിടാൻ മടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പത്മകുമാറിനാണെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ആദ്യത്തെ കേസിൽ 90 ദിവസം ജാമ്യം കഴിഞ്ഞു, സ്വാഭാവിക ജാമ്യം ലഭിച്ചു, ഇപ്പോഴും ജയിലിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങുന്നതിന് മുൻപ് വീണ്ടും ഒരിക്കൽ കൂടി ബാക്കിയുള്ള ഇപ്പോൾ പുറത്തിറങ്ങി എല്ലാവരെയും കൂടെ തിരിച്ചകത്തേക്ക് കൊണ്ടുവരാനുള്ള സൈറ്റ് നീക്കങ്ങളുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന തന്ത്രിയെ പക്ഷേ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലായി പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ തന്ത്രി വീണ്ടും അറസ്റ്റിലാകും എന്നുള്ളത്. പ്രാഥമികമായ തെളിവ് പോലും ഈ പറയുന്നത് പോലെ കോടതിക്ക് മുന്നിൽ കാണിക്കാൻ സാധിക്കാതിരുന്ന SIT എങ്ങനെയാണ് ഇനിയിപ്പോൾ തന്ത്രിയെ വീണ്ടും കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് ഫോക്കസ് അവിടെ വീണ്ടും മാറിപ്പോവുകയാണ്. അതായത് തന്ത്രി എന്ന് പറയുന്ന ഈ ആചാരപരമായിട്ട് തെറ്റ് ചെയ്തു, ധാർമ്മികമായിട്ട് തെറ്റായിക്കോട്ടെ, നിയമപരം അല്ല എന്ന് വെച്ചോളൂ, പക്ഷേ നിയമപരമായിട്ടുള്ള തെറ്റുണ്ട്. വരവിൽ കവിഞ്ഞ സ്വത്തുണ്ട് അദ്ദേഹത്തിന്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി SIT തന്നെ കണ്ടെത്തി. കോടതി കൃത്യമായ നിരീക്ഷണം ഉണ്ടല്ലോ, അവർ പറയുന്നത് തന്ത്രിയാണ്, തന്ത്രിക്ക് ഇതുപോലെ പലയിടങ്ങളിൽ നിന്നും സ്രോതസ് ഉണ്ടാകും എന്ന് കോടതി പറയുന്നുണ്ട്. സ്രോതസ് ഏതാണെന്നുള്ള പറയുന്നതല്ലേ, ഏതാണ് സ്രോതസ് എന്ന് പറയണം, അത് പറഞ്ഞിട്ടില്ല കോടതി. അങ്ങനെ വെറുതെ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. സ്രോതസ്സുകൾ പറയണം. നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്രോതസ് കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ അത് കള്ളപ്പണമാണ്, പണം വെളുപ്പിക്കലാണ്, ആക്ഷൻ എടുക്കാവുന്ന അഴിമതിയാണത്. അത് ED പറയും, ED അന്വേഷിക്കണം. ED ഇതുവരെ അന്വേഷണത്തിന് പോയിട്ടില്ല. നെടുമ്പ്രം ഫിനാൻസ് സിൻഡിക്കേറ്റ്, അവിടെ 3 കോടി രൂപ കൊണ്ടുപോയി നിക്ഷേപിച്ചു, ബാങ്ക് പൊളിഞ്ഞിട്ട് മനങ്ങാതിരുന്നല്ലോ തന്ത്രി. ഈ പണമെല്ലാം കൂടെ കൂട്ടിവെച്ചിരിക്കുന്നത് എന്തിനാണ്? ഓക്കെ, ദക്ഷിണയായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ, 100 കോടിയോളം രൂപ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അതൊന്നും പണം ഒരു പ്രശ്നമൊന്നും അല്ലെന്നേ. ഈ സമ്പ്രദായം തന്നെ അനാചാരമാണ്. ആർക്കാണ് പണം അവിടെ കൊടുക്കേണ്ടത്? ഒരു ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല, കൈക്കൂലിയുടെ ആവശ്യമില്ല. അവിടെ ആചാരങ്ങൾ നടക്കുക, അതിനുള്ള പണം ഭക്തന്മാർ കൊടുക്കുന്നുണ്ട്. അതിനുള്ള പണം ഭക്തന്മാരുടെ നികുതിയിൽ നിന്ന് കണ്ടെത്തിയാലും നടത്താൻ പറ്റും. ആചാരങ്ങൾ വലിയ ആഘോഷമായിട്ടൊന്നും നടത്തണ്ട. ഇതൊന്നും പറഞ്ഞിട്ടില്ല. ദൈവത്തിന് പണം കൊടുക്കുമെന്ന് ഏത് വേദം പറഞ്ഞിട്ടുണ്ട്? ഏത് ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു ഹൈന്ദവാചാര്യനും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ തന്ത്രിക്ക് പറയാൻ കഴിയും? കിട്ടുന്നത് കൈ നീട്ടി വാങ്ങിക്കുക, വേണ്ടെന്ന് പറയണം. അതാണ് ശരിയായ ആചാരം. അനാചാരമാണ് കിട്ടുന്ന ദക്ഷിണയായിട്ട് വാങ്ങിക്കുക. അങ്ങനെ കൂട്ടാൻ പാടുണ്ടോ? ആ സോഴ്സ് അത് ശരിയായ സോഴ്സാണോ? അത് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പണം ആരാ ഇയാൾ ഇങ്ങനെ പണം കൊണ്ടുപോകാൻ? അതെ, അങ്ങനെയെങ്കിൽ തന്ത്രിയേക്കാൾ വലിയ തെറ്റ് ചെയ്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ തീർച്ചയായിട്ടും അത് സമ്മതിക്കും. ഞാൻ പറഞ്ഞ തന്ത്രി ശുദ്ധനല്ല. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക്, ദേവസ്വം ബോർഡ് ശുദ്ധമേ അല്ല, കൊള്ള സംഘമാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്, അത് കൊള്ള സംഘമാണ്. കടകംപള്ളി സുരേന്ദ്രൻ ശുദ്ധനല്ല, കള്ളനാണ്. ഇവന്മാരെല്ലാം കള്ളം. നമ്മൾ ഈ അന്വേഷണത്തിൽ ഇടപെട്ടുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്തിനാ മറ്റേ ചോദിക്കരുത്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ആയിരിക്കണം. അവിടെ നിന്ന് അവിടെ വിജയ് മല്യ കൊടുത്ത സ്വർണം എന്ന് പറയുന്നതിൻ്റെ അളവെത്ര, ഇപ്പോഴുള്ള അളവെത്ര, ഇവിടെ ആയിരിക്കണം നമ്മുടെ ചോദ്യം. അതെവിടെ, ആരാണ് കൊണ്ടുപോയത് പറയൂ SIT, എത്രയാണ് കൊണ്ടുപോയത് പറയൂ SIT, ആരാണ് പ്രതികൾ, യഥാർത്ഥ പ്രതികൾ, അത് പറയൂ SIT. അതിൽ നിന്ന് ഫോക്കസിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്ക് പോയി. അതായിരുന്നു SITയുടെ ലക്ഷ്യം. അതിപ്പോൾ ആയിക്കഴിഞ്ഞു. ഒരു കോൺവെർജൻസ് വരേണ്ടതിന് പകരം അവിടെ ഒരു ഡൈവർജൻസ് വന്ന് അവർ SIT രക്ഷപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വരെ ഗവൺമെൻറ്റിന് ഗ്യാരണ്ടിയായത്. അവർ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സാധ്യതയ്ക്ക് ആക്കവും കൂട്ടുകയാണ് ചെയ്തത്. SITയുടെ ലക്ഷ്യം അതിലേക്ക് തന്നെ നമ്മൾ വീണു കൊടുത്തു. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഈ ഒരു വിഷയം ബാധിക്കില്ല. കാരണം രണ്ടു ഭാഗത്തും ആൾക്കാരുണ്ട്, സോണിയാഗാന്ധി വരെ ഇപ്പുറത്തും ഉണ്ട്. പക്ഷെ അതൊക്കെ ഈ പറയുന്നത് പോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ കേസിന്റെ ഒരു വശത്തു കൂടി പോയ ആളുകളെയൊക്കെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തു, പ്രകാശിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു, അദ്ദേഹം പുറത്തു നടന്നു, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ CPM-ന്റെ ഭാഗത്തുനിന്ന് ചോദ്യം ചെയ്ത് എല്ലാവരും പിന്നീട് അകത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എങ്ങനെയാണ് CPM കോൺഗ്രസിനും ഇത് ബാധിക്കുന്നത്? നമ്മളിത് ഇപ്പോൾ ഇന്നാരെ അറസ്റ്റ് ചെയ്തു, മറ്റേയാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോക്കസ് പോവുക. ഈ സ്വർണം ആരെടുത്തു? ഇത്രയും പോയിട്ടുണ്ട്. ഇതിപ്പോൾ ജാംഷഡ്പൂരിലെ റൂർഖലയിലും ഇതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. VSSയുടെ വന്നിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട്. ഇതെവിടെ പോയി, ആരാ കൊണ്ടുപോയി? ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോദ്യം. അതിനപ്പുറമില്ല. ആരെ അറസ്റ്റ് ചെയ്തോ? നിങ്ങൾ ആരെ വേണമെങ്കിൽ ചോദ്യം ചെയ്തു, നമുക്കൊരു പ്രശ്നമില്ല. എന്നെ വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോ, ഹർഷയെ വേണമെങ്കിൽ ഹർഷയെ അറസ്റ്റ് ചെയ്തോ, ആരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോ. പക്ഷേ ഉത്തരം കിട്ടണം. എന്തിനാണ് നമുക്ക് ഉത്തരം വേണ്ടത്? അയാളെ അറസ്റ്റ് ചെയ്തോ, അയാൾ കള്ളനാണോ, ഇയാൾ കള്ളനാണോ എന്നല്ല. ഇത് ആര് കൊണ്ടുപോയി? ഈ മുതൽ ആര് കൊണ്ടുപോയി? കട്ടവൻ ആര്? ആരെ കയറ്റി? പോറ്റിയെ കയറ്റിയവൻ ആര് എന്നുള്ളതല്ല ചോദ്യം. കയറ്റിയത് ആരുമായിക്കോട്ടെ, മോഷണം നടത്തിയതാര്, മോഷ്ടാവാര്, അവനെ നിഷ്ഠൂരമായിട്ട് തന്നെ ശിക്ഷിക്കണം. അതാണ് ഭക്തമനസ്സുകളുടെ ആവശ്യം. അതാണ് നിറവേറ്റപ്പെടേണ്ടത്, അല്ലേ? അതിനപ്പുറം വേറെന്തെങ്കിലും ഉണ്ടോ? അവന്മാരെ നമ്മൾ
ശരിയായ രീതിയിൽ വധശിക്ഷയെങ്കിൽ വധശിക്ഷ കൊടുക്കണം. വിശ്വാസത്തിൻ്റെ ഘാതകന്മാരാണ്. ഒരു കൊലക്കുറ്റത്തിനു തുല്യമായ ഒരു ഘാതകൻ നടത്തുന്നത് പോലെയുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് അവിടെ. വിശ്വാസത്തിൻ്റെ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ശിക്ഷ അതുപോലെ കഠിനമായിരിക്കണം, തീവ്രമായിരിക്കണം. ആ പ്രതികളെ കണ്ടെത്തണം. അതുവരെ ഭക്തന്മാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കാൻ പാടില്ല, പ്രക്ഷോഭം നടത്തണം. ഈ അന്വേഷണം ശരിയായ വഴിക്കാണ് അന്വേഷണം പോകുന്നതെന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി നാരായണ പനിക്കർ അവിടെ പെരുന്നയിലിരുന്നുകൊണ്ട് പറയുന്നതിൽ ഒരു കാര്യമില്ല. ശരിയായ വഴിക്കല്ല ഇത് പോകുന്നത്, തെറ്റായ വഴിക്കാണ്. അല്ലെങ്കിൽ ഇതിന് ഉത്തരം നമുക്ക് ഇതിനോടകം കിട്ടിയേ. ഇനി എത്ര നാൾ കാത്തിരുന്നാലും ഇതിന് ഉത്തരം കിട്ടും? അതിനുത്തരമില്ല.